ഹലോ ഫ്രണ്ട്സ്, നമ്മളെ ഇലാസ്റ്റിക് ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങാണ് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക്കിന് ഞാൻ ഈ നോർമലായ നൂൽ പോലത്തെ ഇലാസ്റ്റിക് വെച്ചുകൊണ്ട് ആദ്യം 2 വരി കാണിച്ചു തരാം. ഇതില്ലാത്തവർ സാധാ ഒരു 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് വെച്ചുകൊണ്ടും ചെയ്യാം. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ നല്ല ഇതാണ്. പക്ഷേ എപ്പോഴും ചെയ്താലേ നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കുക ഈ നൂല് കൊണ്ട് അടിക്കുമ്പോഴാണ്. അപ്പോൾ ആദ്യം ഇത് വെച്ച് പഠിച്ചാൽ നമുക്കിത് മനസ്സിലാവും. പിന്നെ ഇതുള്ളോല് ഈ നൂലുള്ളോല് ഇതുകൊണ്ട് തന്നെ അടിക്കും ചെയ്യുക കേട്ടോ. ആദ്യം ഞാൻ ഇതുകൊണ്ട് കാണിച്ചു തരാം. ഇത് നമ്മൾ കൈ കൊണ്ടാണ് ഇത് ഞാൻ ചുറ്റിയത്. ഇങ്ങനെ ഒരു ഇതാണ് ഞാൻ വാങ്ങിയത്. ഇങ്ങനെ ഒരു കെട്ടിനു ഈ കെട്ടിന്ന് എടുത്തുക്കാണ് ഞാൻ ഇതിമ്മ ചുറ്റിയതാണ്. ഇതിമ്മ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ചുറ്റിയതാണ്. ഇനി ഇത് നമ്മൾ സാധാരണ നൂല് ഇടുമ്പോൾ തന്നെ ഇങ്ങനെ ഇടുക. എന്നിട്ട് ഇവിടെ നല്ല അമർത്തി പിടിച്ചിട്ട് ഇത് വെല്ല വലിച്ച് നമ്മൾ ഇതിലേക്ക് കയറ്റുക. എന്നിട്ട് ഇത് സാധാ ഇടുമ്പോൾ തന്നെ ഇങ്ങനെ ഇതിലേക്ക് ഇട്ടുക. ഇനി അടിക്കുക. ഇനി അടിക്കുമ്പോൾ നമ്മൾ ഇത് ഈ സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ഇലാസ്റ്റിക് അടിഭാഗത്ത് വരിക. അപ്പോൾ നമുക്ക് നല്ല വശത്തിൻ്റെ മുകളിലൂടെ നമ്മൾ അടിക്കേണ്ടത്. എന്നെങ്കിലും ഇലാസ്റ്റിക് അടിയിൽ വരുള്ളൂ കേട്ടോ. ഇത് നല്ല വശമായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നല്ല വശമാണിത്. അപ്പോൾ നമ്മൾ ചീത്ത വശം അടിഭാഗത്തേക്ക് വെക്കണം. എന്നെങ്കിൽ ഇലാസ്റ്റിക് ചീത്ത വശത്തേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ നല്ല വശത്തേക്കാണ് ഇലാസ്റ്റിക് വരിക. അപ്പോൾ അതുകൊണ്ട് നല്ല വശത്താണ് നമ്മൾ ഈ അടയാളങ്ങൾ ഇടേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ചെറിയ നൂല് ഇലാസ്റ്റിക് കൊണ്ട് 2 വരി അടിച്ചു കേട്ടോ. 2 വരി അടിച്ചു. ഇതിങ്ങനെ വീട്ടി പിടിച്ചതുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വരി അടിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വരി ഈ വരയൊക്കെ ഇവിടുന്ന് പോയതാട്ടോ. രണ്ടാമത്തെ വരിക്ക് നിൽക്കുമ്പോൾ നമ്മളിതിങ്ങനെ ഈ നേറി ഉള്ളിൽ പിടിച്ചാതെ. അപ്പോൾ ഞാൻ പിന്നെ ഒരു വരി കൂടി ഞാൻ കാണിത്തരാം. ഇതിപ്പോൾ 2 വരി ഉണ്ട്. ഒരു വരിയും കൂടി ഞാൻ കാണിത്തരാം. ഇതിങ്ങനെ പിടിച്ച് ഈ ചുരുങ്ങിയ നേറി ഇതിനുള്ളിൽ പെടാതെ ഇങ്ങനെ പിടിച്ചണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കണം. ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ആക്കിക്കാണ്ട് ഇങ്ങനെ അടിച്ചണം. അപ്പം ഇങ്ങനെ 2 വരിക്ക് പിന്നെ അടിച്ചിട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിപ്പം തോന്നും. പക്ഷേ ഇങ്ങനെ ആക്കി പിടിച്ചുമ്പോൾ 2 ഭാഗത്തേക്കുള്ള വലിപ്പം ഉണ്ട് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് സാധാ ഇലാസ്റ്റിക് കൊണ്ട് അടിച്ച് കാണിച്ചു തരാം. അതിന് എന്ത് വേണമെന്നാ, നമ്മൾ ഈ അടിയത്തെ ഇലാസ്റ്റിക്കിൻ്റെ നൂല് ഊരിയിട്ട് ഈ ഇലാസ്റ്റിക് ഊരി ഒഴിവാക്കുക. എന്നിട്ട് സാധാ കറുത്ത നൂല്, ഞാനിപ്പോൾ ഇതിക്ക് കറുത്ത നൂലാണ് അടിനൂലും ഇതും വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാ നൂല് ഇടുമ്പോൾ തന്നെ സാധാ നൂല് ഇതിന്മേൽ ചുറ്റുക. എന്നിട്ട് അടിയിലിട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് വേണമെന്നാ, ഇത് വെച്ച് അടിക്കുമ്പോൾ ഇതിപ്പോൾ നല്ല വശത്താണ് നമ്മൾ മുകൾ ഭാഗം അടിച്ചത്. ഇനി ഇതുകൊണ്ട് അടിക്കുകയാണ് നമ്മൾ ചീത്ത വശത്തേക്ക് അടിക്കണം. ഇങ്ങനെ ഇതേ ഉള്ളിൽ പെടുള്ളൂ കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ വെച്ചു. മറ്റേ നൂല് കൊണ്ട് അടിച്ചപ്പോൾ നമ്മൾ നല്ല വശത്ത് അടിച്ചു. പക്ഷേ ഇതുകൊണ്ട് അടിക്കുമ്പോൾ നമ്മൾ ചീത്ത വശത്ത് അടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ വെച്ചിട്ട് ആദ്യം നല്ലൊരു രണ്ട് ഡബിൾ സ്റ്റിച്ചായി കാണിട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് വേണമെന്നാ, ഇത് നെറി കുടുങ്ങാതെ ഈ വരി കൂടെ ഇങ്ങനെ
വലിച്ച് പിടിച്ച് കൊടുക്കുക. ഇത് നടുവ് കൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കട്ടോ. അപ്പം ഞാൻ അങ്ങനെ ആദ്യം 2 നൂൽ കൊണ്ട് നൂലിൻ്റെ ഇലാസ്റ്റിക് കൊണ്ട് അടിച്ചു, പിന്നെ സാധാ ഇലാസ്റ്റിക് കൊണ്ട് അടിച്ചു. അപ്പോൾ പിന്നെ ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ്. ഇത് കുറച്ച് ഞാനൊരു പഴയ ഇലാസ്റ്റിക് കൊണ്ട് അടിച്ചതുകൊണ്ടാണ് ഇത്ര ചെറിയ ഇതും ഇതായിട്ട് വ്യത്യാസം എന്താ. അല്ലെങ്കിൽ നല്ല ഇലാസ്റ്റിക് അച്ചെങ്കിൽ പുതിയ ഇലാസ്റ്റിക് അച്ചി നമുക്ക് പിന്നെ ഇതുപോലെ തന്നെ വരും കേട്ടോ. അപ്പോൾ ഇത് രണ്ടുകൊണ്ടും അടിക്കാന്നുള്ളത് ഞാൻ കാണിച്ചുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഇനി എന്ത് വേണമെന്നാ, നമ്മൾ ഇതിനെ മടക്കുക. ഇതിപ്പോൾ ഇങ്ങനെ നീളും, നല്ല നല്ല നീളമുണ്ട്, പക്ഷെ നമ്മളത് ടൈറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പകുതി ആക്കുക. പകുതി ആക്കിയതിന് ശേഷം പകുതി വച്ചതിന് ശേഷം നമ്മൾ പകുതി ആക്കിയതിന് ശേഷം നമ്മൾ ഇതിനെ എത്രയും അളക്കുക. 9.5 9 ഉണ്ട്. അപ്പോൾ ഈ 9-ന് നമ്മൾ 9-ൻ്റെ പകുതി 4.5. ഈ 4.5 നമ്മൾ ഇനി എന്ത് വേണമെന്നാ, നമ്മൾ 4.5 ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് എടുക്കുക. ഈ നടുവെന്ന് ഇട്ടോ ഈ 9-ൻ്റെ ഇതിനെ പകുതിയാക്കി മടക്കി ഇട്ടു. ഇതാ ഇങ്ങനെ പകുതിയാക്കി മടക്കി നമ്മൾ ഫ്രണ്ടിക്കും മുന്നേ ബാക്കിക്കും നമ്മൾ ഒരു തുണിമന്ന് തന്നെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇത് ഇങ്ങനെ തുണിയെ ഇങ്ങനെ മടക്കി എന്നിട്ട് നമ്മൾ ഇതിനെ പകുതി എടുത്തു 9. ഈ 9-ൻ്റെ പകുതി നമ്മൾ അടയാളപ്പെടുത്തി, 9-ൻ്റെ പകുതി 4.5 അടയാളപ്പെടുത്തി, 4.5 അടയാളപ്പെടുത്തി. ഈ 4.5-ന് ഈ വശത്തേക്ക് 2 ഇഞ്ച്, ഈ വശത്തേക്ക് 2 ഇഞ്ച്. എന്തിനാണ്? നമുക്ക് കയ്യിനുള്ളത് വെക്കാനാണ്. ഞാൻ കാണിച്ചു തരാം. കയ്യിന് നമുക്ക് ഞാനിത് അടിക്കണ കാണിച്ചെന്നില്ല, ഞാൻ ഇത് കാണിക്കാനൊന്നുമില്ല. അന്നാളത്തെ കഴിഞ്ഞ ഇതിൽ കാണിച്ചിന് കയ്യൊക്കെ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ സുമാർ ഇപ്പോൾ കാണിച്ചുതരാം. ഇങ്ങനെ തുണി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ആദ്യം വെക്കുക, എന്നിട്ട് ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക, എന്നിട്ട് അതിനെ നടുമടക്കുക. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അടിച്ചുകാണ്ട് ഞാൻ തിരിച്ചിട്ടതാണിത്. അടി ഇവിടെ ഉണ്ടാ, ഉള്ളിലാണ് അടി ഉള്ളിലാണ്. എന്നിട്ട് നമ്മൾ തിരിച്ചിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ കയ്യിന് എത്ര വേണ്ടിച്ച് നമ്മൾ അളവ് എടുക്കട്ടോ. അടുത്തത് ഇവിടെ ഇവിടുന്ന് നമ്മൾ
ഞാൻ കുറച്ച് വീതിയുള്ള ഇതാ വെച്ചേക്കണ്ട് കേട്ടോ നമ്മൾ അടിക്കത്. അതിന് മുന്നേ നമ്മൾ സാധാ നൂലാണ് അടിക്കും മുകൾക്കൊക്കെ വെച്ചേക്കണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഒരു വശത്ത് നമ്മളിപ്പോൾ പകുതി അടക്കുമ്പോൾ ഫ്രണ്ട് ബസ്സും ബാക്ക് ബസ്സും അല്ലേ, അതിൽ ഫ്രണ്ട് ബസ്സത്തിൽ ഞാൻ വെച്ചു 2 വള്ളിയും വെച്ചു. ഇനി ആ വള്ളി നമ്മൾ എന്ത് ചെയ്യണമെന്നാ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഇതേ മതിക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് അടിക്കുക. ഇങ്ങനെ വെച്ച് ഈ നെറി കൂടിയത് അടിക്കണ നേരത്തിൽ നിന്നൊന്ന് വലിച്ച് പിടിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു കൈ അടിച്ചു, ഒരു കൈയിൻ്റെ ഷോൾഡറിന് ഒരു വള്ളി വെച്ചു. ഇനി നമുക്ക് ഇതും കൂടി വെക്കാണ്ട് അതിന് മുന്നേ നമുക്ക് ഇത് സൈഡ് ഒന്ന് മൂട്ടി കൊടുക്കാം. നമുക്ക് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടാ. സൈഡ് മൂട്ടി കൊടുക്കുക. ഒരു സൈഡ് മൂട്ടാനുള്ളൂ കേട്ടോ. നമ്മൾ ഫർദൻ്റെ ഷാളായതുകൊണ്ട് വീതിയുള്ള ഷാളായതുകൊണ്ട് നമ്മൾ ഒരു ഭാഗം ഫോൾഡറായ ഭാഗനോ അതുകൊണ്ട് ഒരു വശത്തെ നമുക്ക് മൂട്ടണ ആവശ്യമുള്ളൂ കേട്ടോ. അടി വരെ അടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇത് അടിച്ച് കഴിഞ്ഞു ഒരു ഭാഗം. പിന്നെ ഒരു ഇതുണ്ട്, ഞാൻ ഫർദൻ്റെ ഷാളായതുകൊണ്ട് എനിക്ക് 2 വശവും അടി മുകൾ വശവും മടക്കിയെടുക്കുന്ന ആവശ്യം വന്നിട്ടില്ല, അടിവശവും മടക്കിയെടുക്കുന്ന ആവശ്യമില്ല. അതുകൊണ്ട് ഇനി എനിക്ക് ഈ കൈയിൻ്റെ ഒരു ഇതും കൂടി വെച്ചാൽ നമുക്ക് നമ്മളെ ഈ ചുരുക്കുടുപ്പായിട്ടോ. ഇതും കൂടി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മളെ 2 കൈയിൻ്റെ ഇതും വള്ളിയും അടിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ കണ്ടാൽ നമുക്ക് ചെറിയതാ തോന്നും, പക്ഷേ കുട്ടികൾക്ക് ഇടുമ്പോൾ നല്ല ഇതുണ്ട് കേട്ടോ. എന്താ അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് അടിക്കാണ്ട്. ഇനി ബുദ്ധിമുട്ട് ആ നൂലിൻ്റെ ബുദ്ധിമുട്ടാച്ച് സാധാ ഇലാസ്റ്റിക് വെച്ചാൽ മതി. ഇതിപ്പോൾ കനമില്ലാത്ത തുണിയായതുകൊണ്ടാണ് പുറം ഭാഗത്തേക്ക് നിഴലിച്ച് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അടിക്കണ വെച്ചെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ചെറിയ ഇലാസ്റ്റിക് കൊണ്ട് അടിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാൻ മതി. അല്ല വെച്ചെങ്കിൽ ഇതിലും ചെറുതായിട്ടുള്ള ഇലാസ്റ്റിക് കിട്ടാണ്ടാവും, അത് വാങ്ങിക്കാണ്ട് വെച്ചാലും മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് അടിക്കാം. നല്ല കുട്ടികൾക്ക് ഏത് കുട്ടികൾക്കും ഇട്ട് കൊടുക്കാനും സുഖമാണേനും. എത്രത്തോളം വീതി വേണമെന്ന് വെച്ചെങ്കിൽ, കാരണം നമ്മൾ 20 ജസ്റ്റാണ് നമ്മളെ ജസ്റ്റ് അളവേനു. ആ 20-ന് നമ്മൾ 40 ഇഞ്ച് തുണി എടുത്ത് കാണാൻ നമ്മൾ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഇടാനുള്ള വീതിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.